സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ഒരു 2 ആഴ്ചയ്ക്ക് എനിക്ക് വീഡിയോസ് ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിച്ചു കൊള്ളുന്നു. ഒരു രാമായണ പരിപാടിയും ഒരു സപ്താഹ പരിപാടിയും ഉള്ളതാണ് കാരണം. അതുകൊണ്ട് രാസക്രീഡ ഇന്ന് 4 ശ്ലോകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 4 അല്ല 11 ശ്ലോകം ഉണ്ട് തോന്നുന്നു. അതെ, 5 ശ്ലോകം പറഞ്ഞ് ഇന്ന് രാസക്രീഡയുടെ ഇടയ്ക്ക് വെച്ച് നിർത്തണ്ട എന്ന് വെച്ചിട്ടാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് 2 ആഴ്ച കഴിഞ്ഞേ ഇനി തുടരാൻ കഴിയുള്ളൂ. ശ്രീമദ് നാരായണീയത്തിൽ 6 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഭഗവാന്റെ രാസക്രീഡയിൽ ഗോപികളും മറ്റും ഒരു ഗോപി ഒരു കൃഷ്ണൻ എന്ന നിലയ്ക്ക് മനോഹരമായിട്ടുള്ള നൃത്തം ചെയ്തതിനെ വർണ്ണിച്ചു. ഓരോ സ്ത്രീയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കാചിദാചലിത കുന്തള നവപടീരസാര ഘനസൗരഭം. തലമുടി കഴിഞ്ഞ് ഭഗവാന്റെ കൈകളിൽ അഭയം തേടി ചാഞ്ഞു കിടന്നു. അങ്ങനെ അതിൻ്റെ കൈകളുടെ സൗരഭം ആസ്വദിച്ചു. കാപിഗണ്ഡപുപി സന്നിധായ നിജഗണ്ഡമാകുലിത കുണ്ടലം പുണ്യപൂരനിധിരന്വവാപതവ പൂഗചർവിതരസാമൃതം ഇന്ദിരാവികൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാം അവാപ്യതുരംഗനാക്കിമുന സമ്മതോന്മദശാന്തരം. വളരെയേറെ പുണ്യം ചെയ്തിട്ടുള്ളതായിട്ടൊരു ഏത് സ്ത്രീ പുണ്യം ചെയ്യാത്ത ഗോപികളെല്ലാം പുണ്യവതികൾ തന്നെയാണ്. എങ്കിലും ഒരാളുടെ പുണ്യത്തെക്കുറിച്ചൊന്ന് എടുത്തു പറഞ്ഞു. എന്താ? പുണ്യപൂരനിധി കാപി, വളരെ പുണ്യം ചെയ്തിട്ടുള്ള ഒരുവൾ. ആകുലിത കുണ്ടലം, ഇളകുന്ന കുണ്ടലത്തോടു കൂടി. നിജഗണ്ഡം ഗണ്ഡഭുവി സന്നിധായ, കവിളിനോട് ചേർന്ന് സ്നേഹത്തോടു കൂടിയിട്ടുള്ള അംഗവിക്ഷേപങ്ങളിൽ കയ്യോട് കൈ മെയ്യോട് മെയ് എന്നൊക്കെ ചില പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. കയ്യോട് കൈ ചേരുക, മെയ്യോട് മെയ് ചേരുക, തലയോട് തല ചേരുക. ഇവിടെ നിജഗണ്ഡഭുവി സന്നിധായ, കവിളോട് കവിൾ ചേർത്തി, തൻ്റെ കവിളോട് ഭഗവാന്റെ കവിൾ ചേർത്ത് പിന്നെ എന്ത് ചെയ്തു? അന്വവാപ, വളരെയേറെ സുഖം അനുഭവിച്ചു. അങ്കന ഇന്ദിര വികൃതി മന്ദിരം ഭുവനസുന്ദരം കി തവം അവാപ്യ. ഇന്ദിരയുടെ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ വിലാസസ്ഥാനമായിട്ടുള്ള ലക്ഷ്മി നിശങ്കലീലാനിലയനം അമൃത സന്തസന്തോഹം. നിശങ്കം ലക്ഷ്മിക്ക് വിഹരിക്കാൻ വിട്ടുകൊടുത്തതായ മാറ്. ഒരാൾക്കും അങ്ങനെ വിഹരിക്കാൻ പറ്റില്ല. അവിടെ ലക്ഷ്മി ദേവിയുടെ മാത്രം കുത്തകാവകാശമാണത്. നിശങ്കം, ശങ്ക കൂടാതെ. അപ്പം മഹാലക്ഷ്മിയുടെ വിലാസസ്ഥാനമാകണമെങ്കിൽ അതിനെത്ര മഹാത്മ്യം ഉണ്ടാവണം. ഭഗവാന്റെ ആ മാറിടം. ഇന്ദിരാ വികൃതി മന്ദിരം. നീ ഇന്ദിരയ്ക്ക് മാത്രം സന്തോഷം ജനിപ്പിച്ചു എന്നാണോ? അങ്ങനെയല്ല, ഭുവനസുന്ദരം, ലോകത്തിലുള്ളവർക്ക് മുഴുവനെ ആസ്വദിക്കാവുന്ന സൗന്ദര്യം. അതെല്ലാവർക്കും ഉണ്ടാവില്ല എന്നാണ്. ചിലർക്ക് സുന്ദരം ആണെന്ന് തോന്നും. വേറെ ചിലപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഇയാൾ ഇത്ര പറയണക്ക് അത്ര തോന്നിയില്ല കേട്ടോ, തോന്നിയില്ലേ? അങ്ങനെ ഉണ്ടല്ലേ. ഇവിടെ അങ്ങനെയില്ല. കണ്ടോരൊക്കെ കണ്ടുമതി വരാത്തവരാ ഭഗവാനെ. ഇതാണ് രുക്മിണി ഭുവനസുന്ദര എന്ന് വിളിച്ചത്. ഓരോ വാക്കുകളൊക്കെ ഭാഗവത്തിൽ എത്ര കേമാണെന്നറിയോ. ഭുവനസുന്ദരം ആ വാക്ക് ഇവിടെയാണ് നാരായണീയത്തിൽ പറ്റി തോന്നിയത് മേപ്പത്തൂരിന്. രുക്മിണിക്ക് മാത്രമല്ലല്ലോ ഭുവനസുന്ദരനാവണത്. എന്താ പറ്റി പറഞ്ഞാൽ എന്ന് തോന്നിയിട്ടാവണം. അങ്കന ഇന്ദിര വികൃതി മന്ദിരം ഭുവനസുന്ദരം. ഇന്ദിരയുടെ ശ്രീദേവിയുടെ വിളയാട്ടമായ ലോകത്തിലുള്ളവർക്കെല്ലാം സുന്ദരമായിരിക്കുന്ന അങ്ങയെ ലഭിച്ചിട്ട് നടനാന്തരേ, നൃത്തവിശേഷത്തിൽ, നൃത്തത്തിനിടയിൽ നൃത്തം, നടനാന്തരേ ഏത് അവസ്ഥയെ പ്രാപിച്ചു
എന്താ ഗുരുവായൂരപ്പ വാക്കുകൊണ്ട് പറയാൻ സാധിക്കണില്ല കേട്ടോ. അങ്ങനെ തോന്നിയത്. നല്ലൊരു വാക്ക് അവിടെ കിട്ടണ്ടേ. ഇപ്പോൾ ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള സുഖത്തിന് ശരിക്ക് പറയാവുന്ന ഒരു വാക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഭട്ടേരി സമ്മതിച്ചു. താൻ വലിയ അറിവുള്ള ആളാന്ന് ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ഭഗവാന്റെ മുമ്പിൽ ഇവിടെ സമ്മതിച്ചു. അങ്ങയുടെ ലീലാവിലാസങ്ങളെ വർണ്ണിക്കാൻ എൻ്റെ അറിവ് പോരാ, എൻ്റെ പാണ്ഡിത്യം പോരാ. അപ്പം ആ ഗോപികൾ ഇന്ദിരാദേവിയുടെ വിളനിലമായിട്ടുള്ള അങ്ങയോട് ചേർന്ന് ഏതവസ്ഥാന്തരത്തെ പ്രാപിച്ചു എന്ന് വിവരിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. ഏത് വാക്ക് പ്രയോഗിക്കണം എന്നെനിക്ക് നിശ്ചയില്ല. കാപിഗണ്ഡഭുവി കവിൾത്തടം സന്നിധായ നിജഗണ്ഡഭുവി. ഭഗവാന്റെ കവിൾത്തടത്തോട് തൻ്റെ കവിൾത്തടം ഗണ്ഡഭുവി നിജഗണ്ഡമാ. ആകുലിത കുണ്ടലം പുണ്യപൂരനിതിരന്വഭാവതവ പൂകചർവിതരസാമൃതം. ചവച്ചതായിട്ടുള്ള ചാമ്പൂലത്തിൻ്റെ ആ ഒരു രസം ആസ്വദിച്ചു. ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം കി നടനാന്തര ഭുവനസുന്ദരം ഇന്ദിരാവിഹൃതി മന്ദിരം അവാപ്യ. ലഭിച്ചിട്ട് എത്ര സുഖമാണ് ലഭിച്ചത് എന്ന് ഒരു വാക്കുകൊണ്ടും പറയാൻ വയ്യ. ത്വാം അവാപ്യ, അങ്ങേ ലഭിച്ചിട്ട്. ദതുരംഗനാക്കിമുനതം മതോന്മദ ദശാന്തര. ഏത് ദശാന്തരത്തെ അവസ്ഥാന്തരത്തെ പ്രാപിച്ചു എന്ന് പറയ വയ്യ. ഗാനമീശ വിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മദരസാകുലാ സദസി കേവലം നൃദുരംഗന നാവിതന്നപി ച നീവികാം കിമപി കുന്തളീം അപി ച കഞ്ചുളിം ജ്യോതിഷാം അപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രുവേ. ഭഗവാന്റെ ലീലകളുടെ സവിശേഷത അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി എത്രത്തോളമുണ്ട്. പ്രപഞ്ചത്തെ മുഴുവനും സ്തംഭിപ്പിച്ചു ഭഗവാൻ. ഞങ്ങൾ ബന്ദ് നടത്തി കേരളം സ്തംഭിപ്പിക്കുന്ന ഊറ്റം കൊള്ളും ചിലർ. ഭാരതം സ്തംഭിപ്പിക്കുന്ന പറയലേ ഉള്ളൂ കേട്ടോ. അല്ലെ ബന്ധമൊക്കെ ഇവിടെ നടക്കുള്ളൂ. ഇവിടുന്ന് വിട്ടാൽ വണ്ടി തടഞ്ഞാൽ നല്ല പ്രഹര കിട്ടുക. എന്നാലും ഭാരതത്തെ സ്തംഭിപ്പിക്കുള്ളൂ. ഇതോ ലോകത്തെയെല്ലാം സ്തംഭിപ്പിച്ചത് ഈ രാസക്രീഡ. നോക്കണം, 14 ലോകങ്ങളിലും അതിൻ്റെ പ്രഭാവം പരത്തി സ്തംഭിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം. അതിനെ ഭഗവാനാണല്ലോ. എന്താ അത്ഭുതം. ഇവിടെ പറയണു ഗാനം കുറേശ്ശെ ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ പാട്ട് മന്ദീഭവിച്ച് ഇങ്ങനെ കുറയാൻ തുടങ്ങി. വിരതം ക്രമേണ കില വാദ്യമേളനം അതും കഴിയാൻ തുടങ്ങി. വേറൊരു ഘട്ടത്തിലേക്ക് രാസക്രീഡ കടക്കുകയാണ്. ശബ്ദം നിലയ്ക്കുക കേട്ടോ. ബ്രഹ്മസമ്മതരസാകുലാ തദസി കേവലം നൃതുരംഗന. ഗോപിമാർ ബ്രഹ്മരസം അനുഭവിച്ചിട്ട് അത് ലേശൊരു ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ലൗകികമായ സ്ത്രീ പുരുഷ സുഖമല്ല അവർ അനുഭവിച്ചത്. ബ്രഹ്മസമ്മത രസം ആണ്, ബ്രഹ്മാനന്ദരസമാണ്. ഈശ്വരനോട് കൂടി ചേരുമ്പോൾ കിട്ടുന്ന രസം ഇവർ അനുവദിച്ച ബ്രഹ്മസമ്മതരസാകുലാ സദസി. പിന്നെ നൃത്തം മാത്രമേ ഉണ്ടായുള്ളൂ. ബ്രഹ്മാനന്ദരസത്തിൻ്റെ അത്യുന്നത അവസ്ഥയിൽ ശരിക്ക് ശരീരത്തിന് ചലനം ഉണ്ടാവില്ല എന്നാണ്. ഈ സംഗീതം വളരെ ദിവ്യമായി നമ്മൾ പറയുന്നു, ആസ്വദിക്കുന്നു എന്നുണ്ടെങ്കിലും ആത്മജ്ഞാനത്തിൻ്റെ അങ്ങേ അറ്റത്തെ കാഷ്ടയിൽ സംഗീതം പോലും നമുക്ക് താല്പര്യമില്ലാത്തതാവും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതെന്താ കാരണം? അത് വേറൊന്നുമല്ല. സംഗീതം നമ്മൾ എന്തുകൊണ്ടാണ് കേൾക്കുക? ചെവിയുണ്ട് അല്ലേ. ചെവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ട സുഖമല്ലല്ലോ ബ്രഹ്മാനന്ദം. ആണോ? ഒരിക്കലുമല്ല. കണ്ണുകൊണ്ട് കാണാനോ തൊട്ടറിയാനോ നാവുകൊണ്ട് രസിച്ചറിയാനോ പറ്റുന്നതേ അല്ല ബ്രഹ്മാനന്ദം. അറിഞ്ഞവർക്കറിയാം. അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ സംഗീതം പോലും നമുക്കത്ര ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതി ആവില്ല. സംഗീതം ഈശ്വരകാര്യവുമായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഉപാസകന്മാർക്ക് ഒഴികെ, അവർക്കിതൊരു എക്സെപ്ഷനാണ്. കാരണം ഇത് തന്നെ ഉപാസനയാക്കി മാറ്റിയവരാണ് അവർ. സത്യത്തിൽ സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഈശ്വരകാര്യം മാത്രമല്ലല്ലോ വരുന്നത്, അല്ലാത്തതും വരും. നാടൻ പാട്ടുകൾ,
ഒക്കെ സംഗീതത്തിൽ പെടുന്നത് തന്നെയാണ്. നാടൻ ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ, നമ്മളിന്ന് പറയപ്പെടുന്ന ഫോക്ക്, അങ്ങനത്തെ ഗാനങ്ങളൊക്കെ ശരിക്കും ഉറച്ച സംഗീതം തന്നെയാണ്. എല്ലാ സിനിമാ ഗാനങ്ങളും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അതാണ് സംഗീതം ദേവരാജൻ രചന വയലാർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു രാഗത്തിൻ്റെ ബേസ് അതിനുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ സംഗീതമാണ്. ആ സംഗീതങ്ങളൊന്നും നമുക്ക് പിന്നെ വേണ്ടി വരില്ല എന്നർത്ഥം. ബ്രഹ്മാനന്ദത്തിൽ സംഗീതം പോലും ആസ്വാദ്യമല്ല. കാരണം ഇന്ദ്രിയങ്ങളെ കൊണ്ടല്ല ബ്രഹ്മാനന്ദം അനുഭവിക്കണത്, ഇന്ദ്രിയാതീതമാണ്. അതുകൊണ്ട് ഇവിടെ അതും കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്. ഗാനം നിലച്ചു, വാദ്യമേളനങ്ങൾ നിലച്ചു, നൃത്തം മാത്രമായി. പിന്നെ നൃത്തവും ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു പരിധി കഴിഞ്ഞാൽ ചലനം ഉണ്ടാവില്ല ശരീരത്തിൽ. കേവലം നൃതു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നാവിതൻ അപിച നീവികാം കിമപി കുന്തളി. നാവിതൻ വസ്ത്രം അഴിഞ്ഞു പോയതോ തലമുടി അഴിഞ്ഞു പോയതോ ഒന്നും അവർ അറിഞ്ഞില്ല. കുന്തളിയും കഞ്ചുളിയും മുലക്കച്ച അഴിഞ്ഞു പോയതോ ദേഹബോധമില്ല എന്നർത്ഥം. ദേഹബോധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നഷ്ടപ്പെട്ട് വസ്ത്രം അഴിഞ്ഞു പോയതറിയാതെ, മാറുമറച്ചിട്ടുള്ള തുണി അഴിഞ്ഞു പോയതറിയാതെ, തലമുടി അഴിഞ്ഞു പോയതറിയാതെ, പിന്നെ പറഞ്ഞു ജ്യോതിഷാം അഭികദംബകം ദിവി വിളംബിതം കിം അപരം ബ്രുവേ. സൂര്യചന്ദ്രന്മാർ പോലും സ്തംഭിച്ചു എന്നാണ് പറയണം രാസക്രീഡ കണ്ടിട്ടേ. സൂര്യചന്ദ്രന്മാർ ആകാശത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ സ്തംഭിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും അല്ല ഓടുന്നത് എന്ന് നമ്മൾ വാദിക്കും. അല്ല, ഭൂമിയാണ് തിരിയുന്നത്, അത് നിന്നാ പോരെ. സൂര്യചന്ദ്രന്മാരെ സ്തംഭിക്കാൻ എന്താ വേണ്ടത്? ഭൂമി സ്തംഭിച്ചാൽ പോരെ. അപ്പോൾ ഇതൊക്കെ ആവാമെന്നുണ്ടെങ്കിൽ പിന്നെ ഭൂമിയെ സ്തംഭിപ്പിക്കാനാണോ വിഷമം? അപ്പോൾ ചുരുക്കം ഭൂമിയുടെ തിരിച്ചിൽ നിന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ ചലനവും നിലച്ചു. മോദസീംനി ഭുവനം വിലാപ്യ വികൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംഹൃതിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭകാത്മനാം മന്മഥാസഹനചേതസാം പശുപയോഷിതാം സുഹൃതചോദിതത്താവതാകലിതമൂർത്തിരാദതിത മാരവീര പരമോത്സവാൻ. മോദസേംനി ഭുവനം വിലാപ്യ, ലോകത്തെ പരമാഹ്ലാദത്തിൽ ലയിപ്പിച്ച് ക്രീഡ പിന്നീട് അവസാനിപ്പിച്ചു. ഭുവനം വിലാപ്യ, ഭുവനത്തെ ലയിപ്പിച്ചു. രാസക്രീഡാലയത്തിൽ ലോകത്തെ ലയിപ്പിച്ചു, ഭൂമിയെ സ്തംഭിപ്പിച്ചതിന് ശേഷം മോദസീംനി വളരെയേറെ ആനന്ദം ലോകത്തിന് സമ്മാനിച്ചിട്ട് കേളി സംവൃതിത നിർമ്മലാംഗനവകർമ്മലേശ സുഭകാത്മനാം, അതാത് അവയവങ്ങളിൽ പൊടിഞ്ഞ വിയർപ്പ്, നിർമ്മലാംഗ നവകർമ്മലേശം എന്ന് പറഞ്ഞാൽ വിയർപ്പ് തുള്ളികൾ, സുഭകാത്മനാം ഭാഗ്യവതികളായിട്ടുള്ളവർ ഭഗവാനോടുള്ള ചേർച്ചയോടുകൂടിയുള്ള നൃത്തത്തിൽ സ്വൽപ്പം വിയർത്ത് മന്മഥാസഹനചേതസാം, ഇവിടെ മന്മഥവികാരം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിൻ്റെ വിഷയം കൃഷ്ണനായതുകൊണ്ട് ബ്രഹ്മാനന്ദം ഇതും ഇവിടെ ഒന്നായി തീരുകയാണ്. ഏതുപോലെ സംഗീതം ശരിക്കും ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടതാണല്ലോ. ഒരു കണക്കിന് നോക്കുമ്പോൾ ചെവി, മനസ്സ്, ഇതുകൊണ്ടാണ് നമ്മൾ സംഗീതം ആസ്വദിക്കുക. പക്ഷേ ആ സംഗീതം ഈശ്വരപരമായാലോ അതിന് ചെവി മനസ്സിന് അപ്പുറത്തൊരു ആസ്വാദനം ഉണ്ട്. ഈ ഭക്തിഗാനങ്ങൾക്കുള്ളൊരു പ്രത്യേകത അതാണ്. അത് ഭക്തിഗാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ആരാധനയും ഈശ്വരസ്മരണയും സംഗീതവും സമന്വയിക്കണു. ഈ ഭജനയും ഭക്തിഗാനങ്ങളും പണ്ടത്തെ സംഗീതങ്ങളും മുഴുവൻ ഈശ്വര കീർത്തനങ്ങളാണ്. അല്ലാത്ത സംഗീതങ്ങൾ ത്യാഗരാജകീർത്തനോ മുത്തുസ്വാമി ദീക്ഷിതരോ പുരന്ദരദാസോ ഒന്നും എഴുതിയിട്ടില്ല. ഒക്കെ ഈശ്വര കീർത്തനങ്ങളെ വാതാപി ഗണപതിയും
അമ്മയെ പറ്റിയിട്ട് എത്ര കീർത്തനങ്ങളാണ്, ഗുരുവായൂരപ്പനെ കൃഷ്ണനെ പറ്റി എത്ര കീർത്തനങ്ങളാണ്, എല്ലാം. അപ്പോൾ അവിടെ സംഗീതവും ഭക്തിയും കൂടി ലയിപ്പിച്ചിരിക്കുന്നു, സമന്വയിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടതും ഈശ്വരവും ചിലപ്പോൾ ഒന്നാവില്ല സാധാരണ, പക്ഷെ ഇവിടെ ഒന്നായി തീർന്നു. അതൊരു പ്രത്യേകതയാണ്. സംഗീതത്തിൽ ചെവി എന്ന ഇന്ദ്രിയവും ബ്രഹ്മാനന്ദവും യോജിച്ചു. ഇവിടെ കാമവികാരം എന്ന മനസ്സിൻ്റെ ആ ഒരവസ്ഥയും ഭക്തിയും കൂടി സമന്വയിപ്പിച്ചു. ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റില്ല എന്ന് വാദിക്കും, പക്ഷേ പറ്റും എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്താ കാരണം? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ വേണ്ട 10 ഇന്ദ്രിയങ്ങളും ഈശ്വരനിലേക്ക് നയിക്കാനാണ് ഭക്തി യോഗം എന്ന് പല സ്ഥലത്തും ഭാഗവതത്തിൽ പറയണു. കൈകൊണ്ട് എന്ത് ചെയ്യുക? പൂജ ചെയ്യുക. കണ്ണുകൊണ്ട് എന്ത് ചെയ്യുക? ഭഗവാനെ കാണുക. ചെവി കൊണ്ട് എന്ത് ചെയ്യുക? ഈശ്വരകീർത്തനങ്ങൾ കേൾക്കുക. നാവുകൊണ്ടോ നാമം ജപിക്കുക. കാലുകൊണ്ടോ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക. ഇങ്ങനെ സർവ്വ ഇന്ദ്രിയങ്ങളും ഈശ്വരനിലേക്ക് എത്തിക്കാമെങ്കിൽ ചെവി കൊണ്ട് സംഗീത ഈശ്വരനിലേക്ക് എത്തിക്കാം, കാമവികാരവും ഈശ്വരനിലെത്തിക്കാം. നേഹാത് ഭയാത് ക്രോധാത്, ക്രോധം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഐക്യം കൊണ്ടോ സൗഹൃദം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഭഗവാനിലെത്താം. ഏതെങ്കിലും ഒന്ന് വേണം, ഒന്നുമില്ലാണ്ടേ വരുത്. അത്രയേ ഉള്ളൂ. കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭി സ്വൈരമീശനനുഷൂരചാപയസി ചാരുനാമ വികൃതിം വ്യഥാ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ ശൂനസൗരഭമഹേ വിലേസിത വിലാസിനി ശതവിമോഹനം. കേളിഭേദ പരിലോളിതാഭി, പല ക്രീഡകളാലും പര്യാകുലകളാക്കപ്പെട്ട, പലതിലും ഏർപ്പെട്ട് സ്വല്പമായിരിക്കുന്ന ക്ഷീണം അനുഭവിച്ചതായ അവർ അതിലാളിതാപി, ഏറ്റവും ഭഗവാനാൽ ഓമനിക്കപ്പെട്ടവരായി, ജഗദീശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ഇഷ്ടപ്പെട്ടവരായി, ലക്ഷ്മി ഭഗവതിയെ പോലും ഗോപികളെ കഴിച്ചേ ഭഗവാനുള്ളൂ എന്നാണ് പറയണം. ലക്ഷ്മിക്ക് പല വിരോധമൊന്നുമില്ല. കാരണം തന്നേക്കാൾ ഭക്തി ഗോപികൾക്കുണ്ട് എന്ന് ലക്ഷ്മിക്ക് സമ്മതിക്കാൻ മടിയൊന്നുമില്ല. നമ്മളെപ്പോലെ അല്ലല്ലോ. നമുക്കല്ലേ നമ്മളെക്കാളും കേമത്തം വേറെ ആൾക്ക് പാടില്ല ഒരിക്കലും എന്നുള്ള തോന്നൽ. ലക്ഷ്മിക്കൊന്നുമില്ല. ആയിക്കോട്ടെ, ഗോപികളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ഭഗവാനെ എന്നെ എടുക്കുക, എനിക്കിപ്പോൾ അത്ര ഭക്തിയുള്ളൂ എന്ന് സമ്മതിക്കാനുള്ള മനസ്സുണ്ട് അത്രേ ലക്ഷ്മിക്ക്. അത് ലക്ഷ്മിയുടെ ഒരു മഹത്വമാണ്, വിനയമാണ്. അപ്പോൾ എന്തേ പറയുക, ആ ഗോപികളാണ് ലക്ഷ്മിയേക്കാൾ ഭഗവാന് പ്രധാനം. ആണ് ലാളിതാഭി എന്ന് പറഞ്ഞിരിക്കണം. കണ്ണിലെ കൃഷ്ണമണി പോലെ ലാളിച്ച് ഭഗവാൻ ഭക്തരെ ഗോപികളെ നോക്കി രാസക്രീഡ അനുഭവം അവർക്ക് സമ്മാനിച്ചു. അബലാളിഭി, അബലകളാൽ, സ്ത്രീകളാൽ. സ്ത്രീകളൊക്കെ അബലകളാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അബലാന്ന് പര്യായമാണ്, ഭാഷയെ പ്രയോഗിച്ചുള്ളൂ. ഇനി അതുകൊണ്ടാരില്ല ഇളയൊന്നും കൂട്ടണ്ട. അബലാന്ന് ഭാഷയിൽ പറഞ്ഞ പേരാണ് സ്ത്രീകൾക്ക്. നനു ഈശ സ്വൈരം. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്വൈരമായ കാളിന്തി നദിയിൽ ജലക്രീഡയും അവർ അനുഷ്ഠിച്ചു. ജലക്രീഡ, തലക്രീഡ മുതലായിട്ടതെല്ലാം അവിടെ ഉണ്ടായി. സൂരജ, കാളിന്തി നദി, യമുനാജല. യമുനയും കാളിന്തിയും പലപ്പോഴും ഒന്നായിട്ട് പറയും. ഒന്നാണോ കൈവഴിയാണോ എന്ന് വെച്ചാൽ എനിക്ക് നിശ്ചയില്ല, പക്ഷേ പലപ്പോഴും അത് പര്യായമായിട്ട് പറയുന്നുണ്ട്. യമുനാജലം, സൂരജ പയസി. യമുനാജലത്തിൽ വികൃതിം വ്യഥ, ക്രീഡിച്ചു. ജലത്തിലിറങ്ങിയിട്ടും ക്രീഡയുണ്ടായി. ആപിച്ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ, കുളിർത്ത മന്ദമാരുതൻ അവിടെ വീശി. അഷ്ടപതിയിലൊക്കെ ഒരുപാട് തീരസമീരെ, യമുനാ തീരെ, ഇത്ര നല്ല നല്ല പദങ്ങളാണറിയോ. ഒരുപാട് വർണ്ണിച്ചതൊക്കെ ഈ രാസക്രീഡയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 24 പദം അഷ്ടപതിയുടെ ജയദേവസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നത്. കിശോരമാരുത മനോഹരേ, കിശോരമാരുതൻ, മന്ദമാരുതൻ, കൊടുങ്കാറ്റല്ല, കിശോരൻ എന്ന് പറഞ്ഞാൽ മന്ദമാരുതൻ, സുഖമായിട്ടുള്ള കാറ്റ് വീശി. ധാരാളം പുഷ്പങ്ങളുടെ സുഗന്ധവും വായുവിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അനവധി സ്ത്രീകൾ യമുനാ തീരത്തും യമുനാ നദിയിലും ഇറങ്ങി ഭഗവാൻ അവരുടെ കൂടെ വിഹരിച്ചു. വിലാസിനി ശതം, 100 കണക്കിന് സ്ത്രീകൾ. വിമോഹനം വിലേസിത,
കേളിഭേദപരിലോളിതാപിരതിലാളിതാപിരബലാളിപി. പലതരത്തിലുള്ള കേളീരസങ്ങളെ കൊണ്ട് അബലകളെ ലാളിച്ചിട്ട് സ്വൈരമായിക്കൊണ്ട് സൂരജ പയസി യമുനാ ജലത്തിൽ വിഹൃതിം വ്യഥ ലീലകൾ അനുഷ്ഠിച്ചു. കാനനേപിച്ച പിസാരി ശീതള കിശോരമാരുത മനോഹരി. കാട്ടിൽ ഇളങ്കാറ്റ് അടിച്ചിരുന്നു. ഒന്ന് കാടാണ്, ഒന്ന് കാറ്റാണ്. അങ്ങനെ ഉള്ള വിലാസിനീ ശതകൾ എത്രയോ സ്ത്രീകളോട് കൂടിയിട്ട് ഭഗവാൻ സൂനസൗരഭമയ പുഷ്പങ്ങളുടെ സുഗന്ധമുള്ള അവിടെ വിലസിച്ചു. കാമിനീരിതിയാമിനീഷു ഖലു കാമനീയകനിധേ ഭവാൻ പൂർണ്ണസമ്മതരസാർണവം കമപി യോഗിഗമ്യമനുഭാവയൻ. ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാംഗനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹിമാം. ഭക്തലോകത്തിൽ ഭക്തന്മാർക്ക് എത്തിച്ചേരാവുന്ന കൃഷ്ണ എന്നെ രക്ഷിക്കണേന്ന് അവസാനത്തെ വരി അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ബാക്കി 3 വരി എന്തൊക്കെയാണ്? കാമിനി രീതിക യാമിനീഷുകലു. യാമിനി രാത്രി. ചിലർ യാമിനി എന്ന് പേരിടും അല്ലേ? യാമിനി നല്ലൊരു പേരല്ലേ? യാത്രി, രാത്രിഞ്ചരൻ അല്ലേ? പ്രഭാതം എന്ന് പേരിടുക, ഉഷസ് വലിയ കുഴപ്പമില്ല. സന്ധ്യ എന്ന് പേരിട്ടാലോ ഒരു മങ്ങലാണ്. പക്ഷെ പേരിനൊക്കെ ചില പ്രാധാന്യം ഉണ്ടെന്നാണ് പണ്ട് പറയുക. പേരിൽ എന്തിരിക്കുന്നു എന്നല്ല, പേര് ശരിയല്ലെങ്കിൽ അവൻ്റെ ജീവിതം പോയി എന്ന് വാദിക്കണ ഒരു കൂട്ടുണ്ട്. എന്തോ ആവട്ടെ, യാമിനി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. ആ പേരിനൊന്നും അത്ര നല്ലൊരു കാര്യമില്ല. കാമിനീരിതിഹി യാമിനീഷു ഖലു. രാത്രി കാമിനികൾ. കാമിനീയക നിധേ ഭവാൻ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടോ? കാമിനി, യാമിനി, വീണ്ടും കാമിനി. കാമനീയക നിധേ, സുന്ദരനായിട്ടുള്ള ഭഗവാനെ, അല്ലെങ്കിൽ സുന്ദരനായിട്ടുള്ള ഭഗവാനെ യാമിനികളിൽ കാമിനികൾ ഭ്രമിച്ചു. കാമനീയക നിധിയായിട്ടുള്ള ഭഗവാനെ യാമിനികളിൽ കാമിനികൾ ഇപ്രകാരം സുഖം അനുഭവിച്ചു. പൂർണ്ണസമ്മതരസാർണവം, മനോഹരമായിട്ടുള്ള ബ്രഹ്മാനന്ദമാകുന്ന കടലിൽ അവർ മുങ്ങി. അർണവം കടൽ, വെള്ളത്തിൻ്റെ രാശിക്കാണ് അർണവം എന്ന് പറയുക. കമബി, എന്നിട്ട് എന്ത് സുഖം അനുഭവിച്ചത്? യോഗിഗമ്യമനുഭാവൻ. യോഗികൾ സമാധി സുഖത്തിൽ അനുഭവിക്കുന്ന സുഖം എന്തോ ഭഗവാനോട് കൂടി അതല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്ത് വിചാരത്തോടു കൂടിയിട്ടായിക്കോട്ടെ ഭഗവാനിൽ നിന്ന് അതേ കിട്ടൂ, അല്ലാതെ ലൗകിക സുഖം കിട്ടില്ല. നമ്മുടെയൊക്കെ വിചാരം ഭഗവാനെ സേവിച്ച് എല്ലാം നേടാം. എന്ത് നേടണം? ഈ ലോകത്തിലത്തെ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ അവിടെ ഇരിക്കണം. എവിടെയും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പൂർണ്ണസമ്മത രസാർണവം, ഈശ്വരനിൽ നിന്നും സജ്ജനങ്ങളിൽ നിന്നും കിട്ടുന്നത് ബ്രഹ്മാനന്ദം മാത്രമാണ്. രോചനാർത്ഥ ഫലശ്രുതി. അപ്പോൾ ഈ ഫലശ്രുതിയൊക്കെ അതിലൊരു താല്പര്യം ജനിക്കാൻ സാധാരണക്കാർക്ക് താല്പര്യം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞു വെച്ചതാണ്. അത് അതേപോലെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയെങ്കിലും ഇവിടേക്ക് വരട്ടെ, കിട്ടാവുന്നതെന്നാണ് ബ്രഹ്മാനന്ദം. പൂർണ്ണസമ്മതരസാർണവം കിമപി യോഗിഗമ്യം അനുഭാവൻ. യോഗികൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥാനത്ത് ഇവർ എത്തിച്ചേർന്നു. ഈ പറയണ ബ്രഹ്മശങ്കരമുഖാനപീഹ, ബ്രഹ്മാവിനെ ശിവനും കൂടി അതിനേക്കാൾ അവർക്ക് കിട്ടുന്ന സ്ഥാനത്തേക്കാൾ പശുപാങ്കനകൾക്ക് ബഹുമാന്യത നൽകി. അപ്പോൾ എവിടെ എത്തി ഗോപികൾ ആലോചിച്ച് നോക്കൂ. ശിവനേക്കാളും ബ്രഹ്മാവിനേക്കാളും. അതിന് കാരണമായിട്ടുള്ള ഭക്തലോക കമനീയ രൂപ കമനീയ കൃഷ്ണ പരിപാഹിമാം. ഭക്തലോകങ്ങൾക്ക് എത്തിച്ചേരാവുന്ന, ഭക്തന്മാർക്ക് എത്തിച്ചേരാവുന്ന കമനീയ സ്വരൂപ എന്നെ രോഗം തീർത്ത് രക്ഷിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം അവസാനിക്കുകയാണ്. ഇനി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് 70ാമത്തെ ദശകവുമായിട്ട് കാണാം. ശുഭദിന ആശംസകളോട് കൂടി നിർത്തുന്നു. നമസ്കാരം.